ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഒട്ടുമിക്ക പ്രവാസികളുടെയും വലിയൊരു ആഗ്രഹമായിരിക്കും നാട്ടിൽ വന്നതിന് ശേഷം, അതായത് ഗൾഫ് ജോബെല്ലാം നിർത്തി വന്നതിന് ശേഷം നാട്ടിലൊരു സ്ഥിര വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് അവർ ഏറ്റവും നല്ലൊരു മാർഗ്ഗമായിട്ട് കാണുന്നത് ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കമേഴ്ഷ്യൽ ബിൽഡിംഗ് എടുത്തിട്ട് അത് റെൻറ്റിന് കൊടുക്കുക. ആ റെൻറ്റ് കൊണ്ട് മാസത്തിലൊരു വരുമാനം കിട്ടി ജീവിക്കുക. അതാണ് ഒട്ടുമിക്ക പ്രവാസികളും ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ചെയ്യുന്ന മെയിൻ കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഞാനൊരു ദിവസം ഒരു സൈറ്റിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ നിർത്തിയിട്ടുണ്ടായി. അപ്പോൾ കടേൻ്റെ സൈഡിൽ തന്നെ വലിയൊരു കമേഴ്ഷ്യൽ ബിൽഡിംഗ്, എനിക്ക് തോന്നുന്നു 3 നില ബിൽഡിംഗാന്ന് തോന്നുന്നു, ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ടായി. ആ കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആക്ച്വലി ഒരു പ്ലാസ്റ്ററിങ് സ്റ്റേജിൽ എത്തിയതായിരുന്നു. പക്ഷേ കണ്ടിട്ട് നല്ലൊരു പഴക്കം ഫീൽ ചെയ്തു, പക്ഷെ അത് ഓപ്പൺ ആയിട്ടുമില്ല. അപ്പോൾ ഞാൻ ആ കടക്കാരൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെന്ത് പറ്റി, ഇതെന്തോ ഓപ്പൺ ആക്കാതെ. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, അപ്പോൾ അതിനെന്തോ ഒരു പാർക്കിംഗ് വിഷയം ഉള്ളത് കൊണ്ട് നമ്പർ കിട്ടിയില്ല എന്ന്. അപ്പോൾ അവിടെയാണ് ഒട്ടുമിക്ക ആൾക്കാരും പെട്ടുപോകുന്നത്. കാരണം എന്താ, റൂൾ അറിയാതെയാണ് അവർ ബിൽഡിംഗ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അവർ ആക്ച്വലി ചിലപ്പോൾ പെർമിറ്റ് എടുക്കാതെ ആയിരിക്കാം ബിൽഡിംഗ് എടുത്തത്. ഏതൊരു കമേഴ്ഷ്യൽ ബിൽഡിങ്ങിനും ഇത്ര പാർക്കിംഗ് ഫെസിലിറ്റി കൊടുക്കണം എന്നുള്ളൊരു റൂളുണ്ട്. പക്ഷേ അത് ഒബേ ചെയ്യാതെ ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, അവർ അറിയുന്നുണ്ടാവും ഫ്രണ്ടിൽ ഇത്ര മീറ്റർ വിട്ടാൽ മാത്രമേ നമ്പർ കിട്ടുള്ളൂ. പക്ഷേ കറക്റ്റ് ഇത്ര പാർക്കിംഗ് വിടണം എന്നുള്ള കാര്യം അവർക്ക് അറിയുന്നുണ്ടാവില്ല. പാർക്കിങ്ങിൻ്റെ ഒരു സ്പേസ് കാണാതെ ആയിരിക്കും ചിലപ്പോൾ അവർ ബിൽഡിംഗ് എടുത്തത്. അപ്പോൾ നിങ്ങൾ ഏത് കമേഴ്ഷ്യൽ ബിൽഡിംഗ് എടുക്കുന്നതാണെങ്കിലും ഒരു എഞ്ചിനീയർത്തോ ആർക്കിടെക്റ്റിൻ്റെ അടുത്തോ പോയിട്ട് അതിൻ്റെ കറക്റ്റ് പ്ലാന് വരച്ച് അതിൻ്റെ റൂൾസ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് പെർമിറ്റ് എടുത്തിട്ട് വേണം വർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ റൂൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത് ഞാൻ എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു 3 നില ബിൽഡിംഗ് എടുത്തതെങ്കിൽ 3 നില ബിൽഡിങ്ങിന് എടുത്ത റൂൾ ആയിരിക്കില്ല ചിലപ്പോൾ എന്ത് ചെയ്യുക 4 നില ബിൽഡിംഗ് എടുക്കുമ്പോഴത്. കാരണം ഒരു 10 മീറ്റർ ഹൈറ്റ് വരുന്ന ബിൽഡിംഗ്, അപ്പോൾ 10 മീറ്ററിന് മുകളിൽ ഹൈറ്റ് വരുവാണെങ്കിൽ ഓരോ 3 മീറ്റർ ഹൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക 50 സെൻറ്റിമീറ്റർ അധികം നമ്മൾ എന്ത് ചെയ്യുക ഫ്രണ്ട് സെറ്റ് ബാക്ക് വിടണം. അപ്പോൾ അതറിയാതെയായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും എന്ത് ചെയ്യുക ബിൽഡിംഗ് എടുക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ എന്ത് ചെയ്യുക ഒരു മിസ്റ്റേക്കായി, റൂള് നമ്മൾ ഒബേ ചെയ്യാതെയായി. അപ്പോൾ നമ്മൾ ആ റൂള് മനസ്സിലാക്കണം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾ ഈ 3 നില ബിൽഡിംഗ് എടുത്ത അവിടെ നല്ല ഒരു എന്താ പറയുക നല്ലൊരു സെൻറ്റർ ആയിരിക്കാം. ചിലപ്പോൾ അവിടെ കോളേജ് അതേപോലെ തന്നെ മറ്റു ഫെസിലിറ്റി കാര്യങ്ങളുള്ള സ്ഥലമാണെങ്കിൽ അവിടെ പെട്ടെന്ന് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെൻ്റ് ഔട്ട് ആവും. അപ്പോൾ ആ ഒരു പർപ്പസിൽ അവിടെയുള്ള ഓണർ എന്ത് ചെയ്ത് ഒരു നിലയും കൂടി അതിന് മുകളിൽ എടുത്തു. പക്ഷെ ഒരു നില എടുക്കുമ്പോൾ എന്താ പ്രശ്നം, അതിന് പ്രോപ്പർ പാർക്കിംഗ് കൊടുക്കാൻ പറ്റിയില്ല. അത് മാത്രമല്ല പ്രശ്നം, 10 മീറ്ററിന് മുകളിൽ വരുന്നതിന് ഓരോ 3 മീറ്റർ ഹൈറ്റിന് നമ്മൾ എന്ത് ചെയ്യുക 50 സെൻറ്റിമീറ്റർ അധികം സെറ്റ് ബാക്ക് കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക ബിൽഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒബേ ചെയ്യാണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ നമ്പർ കിട്ടാതെ വരുന്നു. അതേപോലെ തന്നെ കൺസെൻറ്റിൻ്റെ കാര്യം, നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ഫ്രണ്ടിലും ബാക്ക് റിയറിലും നമുക്ക് കൺസെൻറ്റ് കിട്ടില്ല. പക്ഷേ നമുക്ക് 2 സൈഡ് എന്ത് ചെയ്യുക നമുക്ക് കൺസെൻറ്റ് കിട്ടും. പക്ഷേ ആ കൺസെൻറ്റ് വായിക്കുന്ന സമയത്ത് അത് 7 മീറ്റർ ഹൈറ്റുള്ള ബിൽഡിംഗ് ആണെങ്കിൽ, 7 മീറ്ററിൽ കൂടുതൽ ഹൈറ്റുള്ള ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് അതിന് കൺസെൻറ്റും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഒരു ബിൽഡിംഗ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് കമേഴ്ഷ്യൽ ബിൽഡിംഗ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക്